കൂട്ടുകാരെ, നമുക്ക് ആ കപ്പലിൽ കയറി കൊച്ചിയിൽ നിന്നും ലക്ഷദ്വീപിലേക്കും ലക്ഷദ്വീപിൽ നിന്നും മുംബൈയിലേക്കും ഒരു യാത്ര പോകാം. ദേ ആ കപ്പലിൽ റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ 5-6 ബോക്സുകൾ കിടക്കുന്നത് കണ്ടോ? ഇനിയുള്ള യാത്രയിൽ ഈ ബോക്സുകൾക്കും ചില കഥ പറയാനുണ്ട്. ഞങ്ങൾ ബങ്കിയിൽ കയറി ഷിപ്പിലേക്ക് എത്തി. സാഗരിക ഇന്റർനാഷണൽ ക്രൂയിസ് ടെർമിനൽ, വില്ലിംഗ്ടൺ ഐലൻഡിലുള്ള ഈ ടെർമിനലിൽ നിന്നുമാണ് ഈ ഷിപ്പ് യാത്ര ആരംഭിക്കുന്നത്. ഇവിടെ വെച്ച് നമ്മുടെ എയർപോർട്ടിലുള്ളതുപോലെ ടിക്കറ്റ് ID കാർഡുമായി ഒത്തു പരിശോധിക്കലും ലഗേജ് ചെക്കിനും എല്ലാം ഉണ്ട്. ഈ ദൃശ്യങ്ങളെല്ലാം ഞങ്ങൾ കപ്പലിൻ്റെ 10ാമത്തെ ഡെക്കിൽ നിന്നെടുത്തതാണ്. ഉച്ചയ്ക്ക് ഏകദേശം 12 മണിയോടെ ചെക്ക് ഇൻ ചെയ്ത ഞങ്ങളുടെ യാത്ര പുറപ്പെടുന്നത് വൈകുന്നേരം 4 മണിയോടെയാണ്. അതുവരെ നമുക്ക് ഈ ഷിപ്പിനകത്തുള്ള അത്ഭുത കാഴ്ചകൾ കണ്ടു നടക്കാം. ശരിക്കും അത്ഭുതം തന്നെയാണ് കേട്ടോ, നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള കാഴ്ചകൾ. എവിടെ ഒന്നും കണ്ടില്ലല്ലോ എന്ന് തോന്നിയില്ലേ? വരാനിരിക്കുന്നേ ഉള്ളൂ മോനെ കാഴ്ചകളുടെ പൂരം. 11 നിലകളുള്ള സെൻട്രലൈസ്ഡ് AC ആയ 3 കഫ്തേരിയയും എൻ്റർടൈൻമെൻറ്റ് ഷോസ് നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള 4-5 തിയേറ്ററുകളും സ്വിമ്മിംഗ് പൂൾ, ടേബിൾ ടെന്നീസ് ക്ലബ്, കാസിനോ ഒക്കെയുള്ള ഒരു ആഡംബര കൊട്ടാരം കടലിലൂടെ ഒഴുകി നടക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തന്നെ സംശയം വരും, നമ്മൾ കടലിലാണോ കരയിലാണോ എന്ന്. കപ്പലിൽ യാത്ര ചെയ്യുമ്പോൾ ഒരു കാറ്റൊക്കെ അടിച്ച് വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാകുമെന്നൊക്കെ പറയുന്നില്ലേ? ചുമ്മാ ഒന്നുമില്ല ഇതിൽ. 5ാമത്തെ ഡെക്കിൽ നിന്നും കൊച്ചിയെ നോക്കി കാണുകയാണ് ഞങ്ങൾ, ഇതുവരെ കാണാത്തതുപോലെ. പിന്നെ കൊച്ചി സുന്ദരിയല്ലേ, എത്ര കണ്ടാലും നമുക്ക് മതി വരില്ല. ഇനി ലഞ്ചിനുള്ള സമയം വരെ നാട്ടുകാരെയും വീട്ടുകാരെയും വിളിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെട്ടേ എന്നറിയിക്കുകയാണ്. കാരണം ഇവിടം വിട്ടാൽ പിന്നെ റേഞ്ചില്ല, വൈഫൈ എടുക്കലൊട്ടും മുതലാവുകയുമില്ല. പുറം കാഴ്ചകൾ കാണാമെന്നുള്ളതിനാൽ ഞങ്ങൾ 10ാം നിലയിലെ കഫ്തേരിയാണ് സെലക്ട് ചെയ്തത്. ഭക്ഷണം കാണുമ്പോൾ ഉള്ളൊരു ബഹളേ. ലഞ്ച് കഴിഞ്ഞ് 5ാം നിലയിലുള്ള മാർക്യൂ തിയേറ്ററിൽ 1500ഓളം വരുന്ന ഈ യാത്രക്കാരുടെ ഒരു സംഗമം നടക്കുന്നുണ്ട്. കപ്പലിലെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ പറ്റി പറയുന്നതിനും ഓരോ സമയത്തുള്ള അനൗൺസ്മെൻറ്റുകളും ഏതൊക്കെ തിയേറ്ററുകളിൽ ഏതെല്ലാം ഷോയാണെന്നും എല്ലാ കാര്യങ്ങളും അറിയിക്കുന്നതിന് വേണ്ടി. പോകുന്ന വഴി വൈറ്റ് ഡ്രസ് കോഡൊക്കെ ഇട്ട് ആൾക്കാരിരിക്കുന്ന ഒരു കൗണ്ടർ കണ്ടോ? അവിടെ നിന്ന് നമ്മൾ കാർഡ് എടുക്കണം. പിറ്റേ ദിവസം ലക്ഷദ്വീപ് യാത്രയ്ക്കുള്ള തുകയും അതുപോലെ ഷിപ്പിലുള്ള ഷോപ്പിങ്ങിനോ മറ്റാവശ്യങ്ങൾക്കുള്ള തുകയും എല്ലാം നമ്മൾ ഈ കാർഡിൽ റീകോപ്പി ചെയ്യണം. എന്ത് ഭംഗി! ഇന്ദ്രപ്രസ്ഥത്തിലെത്തിയ അവസ്ഥ. പറഞ്ഞു കേട്ടതുപോലെ നിറയെ ലൈറ്റുകളും 2 നിലകളുമുള്ള ഒരു കൊട്ടാരം. ഇതൊരു തിയേറ്ററാണ് ഇവിടുത്തെ. ഇവിടെ വെച്ചാണ് ഈ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദീകരിച്ച് തരുന്നത്. ഇവിടുത്തെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നോക്കൂ, നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്ക് ഭംഗിയാണ്. ശരിക്കു പറഞ്ഞാൽ ഇതിൻ്റെ മുഴുവൻ ഭംഗിയും ഈ ക്യാമറ കണ്ണിലൂടെ ഒപ്പിയെടുക്കാൻ സാധിച്ചിട്ടില്ല. 5ാമത്തെ നിലയിലുള്ള ഈ വലിയ കോറിഡോർ നോക്കൂ, ഇതിൻ്റെ 2 സൈഡുകളിലും റൂമുകളാണ്. ഒരു വശം ഓഷ്യൻ വ്യൂ ഉള്ളതും മറ്റേത് സാധാരണയും. ഞങ്ങൾ സാധാരണയാണ് ബുക്ക് ചെയ്തത്. ഓഷ്യൻ വ്യൂ ഒക്കെ മുകളിൽ പോയി നിന്ന് നോക്കാം. ഓഷ്യൻ വ്യൂ റൂമിന് റേറ്റ് കൂടുതൽ, അതുകൊണ്ടാണ്. അതുപോലെ നടന്നാലും തീരാത്ത 1500ഓളം പേർക്ക് താമസിക്കാവുന്ന റൂമുകൾ ഈ ഡെക്കുകളിലായിട്ടുണ്ട്. 500ഓളം സ്റ്റാഫുകൾ വേറെയും. ബൈ കൊച്ചി. കപ്പൽ പുറപ്പെട്ടു. എല്ലാവരും 11ാം നിലയിലുള്ള ഡെക്കിലെത്തി കാഴ്ചകൾ കാണുകയാണ്. ഇപ്പോൾ തന്നെ സൂര്യാസ്തമയവുമാകും. ഇനിയും ഭംഗിയുള്ള കാഴ്ചകൾ വരുന്നുണ്ട്. അടുത്ത ദിവസം ലക്ഷദ്വീപ് യാത്രയാണ്. ഇതിൻ്റെ ഉൾഭാഗത്തെ വിശേഷങ്ങളൊന്നും മുഴുവൻ കാണിച്ചു തീർന്നിട്ടില്ല. ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമേ ആയിട്ടുള്ളൂ. ഇനിയും കഥ തുടരും. ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ട്? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനിയും അസ്തമയ കാഴ്ചകളും രാത്രിയിൽ നിന്നുള്ള വ്യൂവും അടുത്ത ദിവസത്തെ ലക്ഷദ്വീപ് കാഴ്ചകളും ഒക്കെ അടുത്ത എപ്പിസോഡിലാകാം. കൂടുതലായാൽ ബോറടിക്കുമെന്ന് എനിക്ക് തന്നെ തോന്നുന്നു. ബാക്കി മുഴുവൻ കാഴ്ചകളും അടുത്ത ലക്കത്തിലാകാം. എല്ലാവർക്കും ബൈ.